കാലം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുകയാണ്. 2006 തെരഞ്ഞെടുപ്പ് കേരള സംസ്ഥാനത്ത് ഈ VS തരംഗം എന്ന് പറഞ്ഞ ഒരു വലിയ മഹാസംഭവം ഉണ്ടായത് ആ തെരഞ്ഞെടുപ്പിലാണ്. VS അച്യുതാനന്ദൻ അതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നു. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയ ജനപ്രീതിയും ഉണ്ടായിരുന്നു. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ഇദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ചു. കൂട്ടത്തിൽ ഈ ലാവ്ലിൻ കേസിൽ പ്രതി ചേർക്കപ്പെട്ട പിണറായി വിജയനും മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചു. പകരം പാലോളി മുഹമ്മദ് കുട്ടി പാർട്ടിയെയും മുന്നണിയെയും നയിക്കട്ടെ എന്ന തീരുമാനത്തിലേക്കാണ് പാർട്ടി എത്തിച്ചേർന്നത്. പക്ഷേ ഈ നാട്ടിലെ CPM അനുഭാവികളായ ആളുകൾ വലിയ സമരവും കോലാഹലമൊക്കെ നടത്തി. അവസാനം പോളിറ്റ് ബ്യൂറോ തീരുമാനം മാറ്റി VSനോട് മത്സരിച്ചോളം പറഞ്ഞു. അപ്പോഴേക്കും ഈ നാട്ടിൽ അതിഭയങ്കരമായ ഒരു വികാരം ഉണ്ടായി. അതാണ് VS വികാരം. കണ്ണേ കരളെ VS, മുല്ലപ്പൂവേ പിച്ചിപ്പൂവേ റോസാപ്പൂവേ VS എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ആ സമയത്താണ് ഉണ്ടായത്. VSന് ഉള്ളതും ഇല്ലാത്തതുമായ കഴിവുകൾ ആകാശത്തോളം പാടിപ്പുകഴ്ത്തപ്പെട്ടു. അങ്ങനെ കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും ഒക്കെ അടിതെറ്റി. മാത്രമല്ല, ലീഗിനോട് ജനങ്ങൾക്ക് വിപ്രതിപത്തി തോന്നാൻ വേറെ മറ്റ് പല കാരണങ്ങളുണ്ടായിരുന്നു. ഐസ്ക്രീം പാർലർ കേസടക്കം, റജീനയുടെ വെളിപ്പെടുത്തൽ, നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട്, മാറാട് പുനരധിവാസം, ഇങ്ങനെ 100,000 പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് ലീഗിന് വലിയ തിരിച്ചടി ഉണ്ടായത്. കുറ്റിപ്പുറത്ത് സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടി തോറ്റു. മാങ്കടയിൽ MK മുനീർ തോറ്റു. തിരൂര് IET മുഹമ്മദ് ബഷീർ തോറ്റു. പെരിന്തൽമണ്ണയിൽ നാലകത്ത് സൂപ്പി മത്സരിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് തോൽക്കാൻ പറ്റിയില്ല. അദ്ദേഹം പിന്നെ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. ആ വഴി പോയി. മറ്റ് പ്രമുഖ നേതാക്കളെല്ലാവരും തെരഞ്ഞെടുപ്പ് ഗോതയിൽ മലന്തടിച്ചു വീണു. ആ തവണ ആണ് കേരളത്തിൽ ഏറ്റവും വലിയ അട്ടിമറി, കേരളത്തെ ഞെട്ടിച്ച അട്ടിമറി എന്ന് തന്നെ പറയാം. അന്ന് ആ ഒരു യുവ നേതാവായിരുന്ന, ഈ യൂത്ത് ലീഗിൻ്റെ നേതാവായിരുന്ന KT ജലീൽ പുള്ളി പാർട്ടി വിട്ട് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് മാർക്സിസ്റ്റ് സ്വതന്ത്രനായിട്ട് കുറ്റിപ്പുറത്ത് മത്സരിച്ചു. കുറ്റിപ്പുറത്ത് ലീഗുകാർ മാത്രമേ ജയിച്ചിട്ടുള്ള സീറ്റാണ്. അവിടെ ലീഗും ലീഗിനെതിരെ മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസ് കൂടി ഒരുമിച്ച് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോലും ജയിക്കുകയില്ല. അത്രയും ലീഗിന് ആധിപത്യമുള്ള സ്ഥലമാണ്. മാത്രമല്ല, അതിന് മുമ്പുള്ള 2 തെരഞ്ഞെടുപ്പിലും കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയതിൻ്റെ പകുതി വോട്ട് പോലും എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെയുള്ള കുറ്റിപ്പുറത്ത് KT ജലീൽ ഒരു വെല്ലുവിളി ഉയർത്തുകയും വോട്ടെണ്ണി തീർന്നപ്പോൾ അദ്ദേഹം വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് കുഞ്ഞാലിക്കുട്ടിക്ക് വലിയ ഷോക്കായിരുന്നു. മുസ്ലിം ലീഗിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും വലിയ തിരിച്ചടിയായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. അന്ന് അതുവരെ കുഞ്ഞാലിക്കുട്ടിയെ പുലിക്കുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരും അനുയായികളൊക്കെ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി തോറ്റു കഴിഞ്ഞപ്പോൾ റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു പുലിയെ ഈ മാർക്സിസ്റ്റുകാർ 4 കാലം മുകളിലേക്കാക്കി കെട്ടിയിട്ട് ആ ഒരു വടിയുമ്പൽ പിടിച്ചുകൊണ്ട് പോകുന്നത് രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഈ TV ചാനലുകൾ വ്യാപകമായതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 2006. അപ്പോൾ അന്നത്തെ ആ ദൃശ്യം ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. പഴയ ഏഷ്യാനെറ്റിൻ്റെ മറ്റുമൊക്കെ ലൈബ്രറിയിൽ നോക്കിയാൽ കിട്ടാൻ സാധ്യത. മനോരമയുടെ മാതൃഭൂമിയുടെ ഒക്കെ ആൽബത്തിൽ കണ്ടേക്കും. അപ്പോൾ ഇതാണ് അന്നുണ്ടായ സംഭവം. കുഞ്ഞാലിക്കുട്ടിയെ ഈ പുലി ചത്തേ എന്ന് പറഞ്ഞ ആളുകൾ 4 കാലം മേലോട്ടാക്കി കെട്ടി ഈ ഷിക്കാറിന് പോകുന്ന ആളുകൾ പുലിയെ വെടിവെച്ച് ഒന്ന് കൊണ്ടുവരുന്ന പോലെയുള്ള കൊണ്ടുവരലായിരുന്നു. ഇപ്പോൾ കൃത്യം 20 കൊല്ലത്തിന് ശേഷം 2026 തെരഞ്ഞെടുപ്പിൽ KT ജലീൽ തവന്നൂർ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. ജലീലിൻ്റെ 5ാമത്തെ മത്സരവും ആദ്യത്തെ പരാജയവുമാണ് തവന്നൂരിൽ. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച കാലം മുതൽക്ക് ലീഗുകാർക്ക്, പ്രത്യേകിച്ച് യൂത്ത് ലീഗുകാർക്ക് ജലീലിനോട് ഭയങ്കര വിരോധമാണ്, തീരാത്ത വൈരാഗ്യമാണ്. അവർ അദ്ദേഹത്തിനെതിരെ പലവിധ പരാതികളൊക്കെ കൊടുത്തു. ബന്ധു നിയമന കേസൊക്കെ കൊടുത്തു. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നതിൽ വരെ വിജയിച്ചു. കഴിഞ്ഞ തവണ പുള്ളി വിജയിച്ചെങ്കിലും മന്ത്രിയാവാൻ പറ്റിയില്ല. ഇത്തവണ വീണ്ടും മത്സരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ പാർലമെൻ്ററി രംഗത്ത് വിരമിക്കുകയാണെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ കാരണഭൂതൻ നിർബന്ധിച്ച് ഇദ്ദേഹത്തെ മത്സരിപ്പിച്ചു. നിവൃത്തികേടുകൊണ്ട് വിജയേട്ടനോട് നോ പറയാൻ നിവൃത്തിയില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ജലീൽ മനസ്സോടെയാണെങ്കിലും മത്സരിച്ചു. അപ്പോഴും അദ്ദേഹത്തിന് വിജയപ്രതീക്ഷ ഉണ്ട്. ഞാൻ തീർച്ചയായിട്ടും ജയിക്കും. May 4 കാലത്ത് 8 മണി വരെ നിങ്ങൾക്ക് സന്തോഷിക്കാം. 8 മണിക്ക് ശേഷം ഞാൻ ജയിക്കും
എനിക്ക് ഇത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടും എന്നൊക്കെ പുള്ളി പ്രഡിക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ വോട്ടിന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പരാജയപ്പെട്ടതായിട്ടാണ് വരണാധികാരിക്ക് തോന്നിയത്. അഥവാ വരണാധികാരി പ്രഖ്യാപിച്ചത് KT ജലീൽ തോറ്റു, എതിർ സ്ഥാനാർത്ഥി ജയിച്ചു എന്നാണ്. എതിർ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് VS ജോയിയാണ്. അത് മാത്രമല്ല തവനൂർ എന്ന് പറയുന്നത് മുസ്ലിം അതുപോലെ ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. അവിടെ ക്രൈസ്തവർ വളരെ കുറവാണ്. VS ജോയി ആദ്യം ആലോചിച്ച സീറ്റ് തിരുവമ്പാടിയായിരുന്നു. തിരുവമ്പാടിയിൽ ഒരു പെന്തിക്കോസുകാരൻ മത്സരിക്കുന്നത് താമരശ്ശേരി ബിഷപ്പിന് ഇഷ്ടമായില്ല. അവിടെ മുസ്ലിം മത്സരിച്ചാലും കുഴപ്പമില്ല, പെന്തിക്കോസുകാരൻ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പെന്തിക്കോസുകാർക്ക് മത്സരിക്കാവുന്ന സുരക്ഷിതമായ ഏത് സീറ്റാണ് കേരള സംസ്ഥാനത്തുള്ള നോക്കിയപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നത് തവനൂരായിരുന്നു. തവനൂർ മുസ്ലിങ്ങളാണ് അധികം, ബാക്കി ഹിന്ദുക്കളാണ്. അവർക്ക് കത്തോലിക്കനായാലും കുഴപ്പമില്ല, ജാക്കോബക്കാരനായാലും കുഴപ്പമില്ല, പെന്തിക്കോസുകാരനായാലും യാതൊരു കുഴപ്പമില്ല. എന്നാൽ പിന്നെ പെന്തിക്കോസുകാരൻ തവനൂർ പോയി മത്സരിക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം തവനൂരൊന്ന് മത്സരിക്കണം. പുള്ളിക്ക് തവനൂർ അങ്ങനെ വലിയ പരിചയമുള്ള സ്ഥലമൊന്നുമല്ല. പുള്ളിയുടെ അപ്പൻ്റെ സ്ഥലമോ അമ്മയുടെ സ്ഥലമോ അല്ല തവനൂർ. അങ്ങനെ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ലീഗുകാർ വളരെ ഉന്മേഷമായിട്ട് ഉഷാറായിട്ട് ഇദ്ദേഹത്തിനൂടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ നമ്മുടെ VS ജോയി ജയിക്കുന്നു, അഥവാ KT ജലീൽ തോൽക്കുന്നു. ഇത്ര കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചറിഞ്ഞ് കാണും എന്നുള്ളത് എനിക്കറിയാം. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റാം. ഈ വിജയം ആഘോഷിക്കാനായിട്ട് തവനൂർ യൂത്ത് ലീഗുകാർ കണ്ടുപിടിച്ച മാർഗം എന്ന് വെച്ചാൽ ഒരാടിനെ ഒന്നും അതിലധികം ആടുകളെ കൊലപ്പെടുത്തി സൂപ്പുണ്ടാക്കി എന്നുള്ളതാണ്. ഈ ആട്ട് സൂപ്പുണ്ടാക്കാൻ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പക്ഷേ ഇവർ അല്പം അധ്വാനിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ആട്ടിന് സൂപ്പുണ്ടാക്കി അത് വഴിപോക്കർക്ക് എല്ലാവർക്കും സൗജന്യമായിട്ട് വിതരണം ചെയ്ത കാഴ്ച നമ്മൾ ടെലിവിഷനിൽ കണ്ടു. എൻ്റെ കാരണം എന്ന് വെച്ചാൽ ജലീലിന് ആട് ജലീൽ എന്ന എന്തോ ഒരു തൂലികാനാമുണ്ട്. എൻ്റെ പുറകിലുള്ള ചേതോവികാരം എന്താണ്, സൂചിത കഥ എന്താണെന്നും എനിക്കറിയില്ല. ഇദ്ദേഹത്തെ ആട് ജലീൽ എന്നാണ് ലീഗുകാർ പൊതുവിലും യൂത്ത് ലീഗുകാർ പ്രത്യേകിച്ച് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ആട്ടിൻ സൂപ്പ് വെച്ച് വിതരണം ചെയ്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ തവനൂരെ ലീഗുകാർ നല്ല രസികന്മാരാണ്, തമാശക്കാരാണ്. മനുഷ്യ മക്കാരാകാനായിട്ട് അസാമാന്യമായ ബിരുദമുള്ളവരാണ്, പ്രതിഭയുള്ളവരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള കുസൃതികൾ ഒപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ യൂത്ത് ലീഗുകാരോടുള്ള ഒരു അഭ്യർത്ഥന. ഏതായാലും സംഗതികൾ ജോറായിട്ട് നടക്കട്ടെ. ജലീൽ സാഹിബ് ഇത്തവണ തോറ്റു, അടുത്ത തവണ വീണ്ടും മത്സരിക്കും. അത് ജയിക്കും, നിയമസഭയിലെത്തും, മന്ത്രിയാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ലാൽസന.